നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങോട്ട് വിളിക്കാം. ആയിക്കോട്ടെ, എന്നാ നിങ്ങൾ ഇറങ്ങട്ടെ. ശ്രീകല പറഞ്ഞതുപോലെ ചിലപ്പോ ദേവിയുടെ തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഇന്ന് കാണാനും ഈ കാര്യം സംസാരിക്കാനും പറ്റില്ലല്ലോ. എല്ലാം നല്ലതിനാവും. ശരി എന്നാ. ശരി അമ്മേ. ദേവി, ഇത്ര പെട്ടെന്ന് നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. സന്തോഷമായി. നീ ഇതെങ്ങോട്ടാ? ഒന്ന് പുറത്തേക്ക് പോകുന്നമ്മേ. ഒന്ന് രണ്ടുപേരെ കാണാനുണ്ട്. ദേ, ആവശ്യമില്ലാത്ത ചുറ്റിക്കറങ്ങളൊന്നും വേണ്ട കേട്ടോ. നമുക്കെല്ലാവർക്കും സമയദോഷമാണെന്ന് അച്ഛൻ പറയുന്നത്. അതുകൊണ്ടാ 3 മാസത്തേക്ക് പുറത്തേക്കൊന്നും പോകാതെ ഇവിടെ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ അച്ഛൻ പറയുന്നത്. പിന്നെ ഇനി 3 മാസം കഴിഞ്ഞാ ഇവിടെ ഉള്ളവർക്ക് രാജയോഗമാണല്ലോ വരാൻ പോകുന്നു. നീ കളിയാക്കണ്ട. അച്ഛൻ പറഞ്ഞതേ ശരിക്കും ഉള്ള കാര്യം. നമ്മുടെ സമയദോഷം കൊണ്ടാവും ഒന്നും ശരിയാവാതെ പോകുന്നത്. അമ്മേ, എന്റെ കാര്യത്തില് അമ്മ പേടിക്കണ്ട. ഞാനായിട്ട് ഒരു കുഴപ്പത്തിനും പോവില്ല. പക്ഷേ അച്ഛന്റെ കാര്യം അങ്ങനെയല്ല. ഈ ഇടയായിട്ട് അച്ഛൻ എന്തൊക്കെയോ വലിയ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്റെ ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ ആർക്കോ വേണ്ടി എന്തോ വലിയ കൊട്ടേഷൻ ഏറ്റുപിടിച്ചിരിക്കുക അച്ഛൻ. എന്തെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടിയാലേ കുടുംബം അടക്കം ജയിലിൽ പോവേണ്ടി വരുമെന്ന് സമയം പോലെ അമ്മയൊന്ന് ഓർമ്മിപ്പിച്ചേക്കണം. അന്നേരം പിന്നെ എല്ലാവരുടെയും സമയദോഷം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ലമ്മേ, പറഞ്ഞേക്കാം. അതോർത്ത് നീ പേടിക്കണ്ട. കൊട്ടേഷനും മോഷണവും ഒന്നും അല്ല അച്ഛനെ ഏറ്റുപിടിച്ചിരിക്കുന്നത്. പിന്നെന്താ? അപ്പോ എന്താ പരിപാടി എന്നുള്ളത് അച്ഛൻ അമ്മയോട് പറഞ്ഞു അല്ലേ? അങ്ങനെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ എന്തോ വലിയ പൂജയെന്നോ മന്ത്രവാദമെന്നോ ഒക്കെ പറയുന്ന കേട്ടു. പൂജയും മന്ത്രവാദവും? എന്താ അമ്മേ, അച്ഛൻ മോഷണമൊക്കെ നിർത്തി ആത്മീയ വഴിയിലോട്ടൊക്കെ തിരിഞ്ഞോ? അല്ല, അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലേടാ, കൂടുതലൊന്നും എനിക്കറിയില്ല. എന്തോ ഹോമത്തിന്റെ കാര്യമൊക്കെ ഫോണിൽ ആരോട് പറയുന്നത് കേട്ടതാ. അതൊക്കെ കഴിഞ്ഞാ എല്ലാവരുടെയും സമയദോഷം മാറൂന്നാ അച്ഛൻ ഉറപ്പ് പറയുന്നത്. അച്ഛന്റെ കെയർ ഓഫിലുള്ള പൂജയും ഹോമവും ഒക്കെ ആണെങ്കിൽ അതൊരിക്കലും നേർവഴിക്കുള്ളതായിരിക്കില്ലെന്നുള്ള കാര്യം എനിക്കുറപ്പാ. വല്ല ദുർമന്ത്രവാദോ ആഭിചാരക്രിയ എങ്ങാനും ആയിരിക്കും. എന്തെങ്കിലും ആവട്ടെ, അതേക്കുറിച്ചൊന്നും നമ്മൾ ചെയ്യാൻ പോവണ്ട. എന്തായാലും അത് നടത്തുന്നത് കൊണ്ട് എല്ലാവർക്കും നല്ലത് സംഭവിക്കുമെങ്കിൽ എന്താ കുഴപ്പം? അമ്മ കരുതുന്ന പോലെ അതത്ര നല്ല കാര്യമല്ല. മനുഷ്യൻ സൽക്കർമ്മങ്ങളും ദേവീ പൂജയും നടത്തിയാണ് അവനവന്റെ മോശ സമയം മറികടക്കേണ്ടത്. അങ്ങനെ ചെയ്യുന്നവർക്കേ മൂകാംബിക അമ്മയുടെ ഈ മണ്ണില് നിലനിൽക്കാൻ പറ്റൂ. അച്ഛൻ വരുന്നുണ്ട്. നീ ഇതേപ്പറ്റി ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. എന്താ അമ്മയും മോനും കൂടി ഒരു രഹസ്യം പറിച്ചില്? രഹസ്യമൊന്നുമല്ല. ചില ദുർമന്ത്രവാദവും ദുഷ്കർമ്മങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു കേട്ടു. ഈ മോഷണം പോലെ തന്നെ അതും ഒരു പാപകർമ്മമാണെന്ന് ഞാൻ അമ്മയോട് പറയുമായിരുന്നു. ഞാൻ പോയിട്ട് വരാമേ. ശരിയെന്നാ. എന്താ അവൻ ഒരുമാതിരി മുള്ളുവെച്ച് സംസാരിക്കുന്നേ? നീ വല്ലതും പറഞ്ഞോ അവനോട്? ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല. അവൻ എന്തോ സംശയം കൊണ്ട് ചോദിച്ചതാ. ഇപ്പൊ നീ എന്നെ ധിക്കരിച്ചോ മോനെ? പക്ഷേ ഘോരയുടെ ഹോമം കഴിയുമ്പോ നീ താനേ എന്റെ വഴിക്ക് വന്നു. നമ്മൾ എപ്പോഴാച്ചാ മൂകാംബിക പോകുന്നേ? എന്താ മോക്ക് ധൃതിയായോ അമ്മയെ കാണാൻ? ആ, ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുവാ. നമ്മള് നാളെ പുലർച്ചയ്ക്ക് അവിടെ എത്തും. നേരെ സൗവർണികയിൽ കുളിച്ച് അമ്മയെ കണ്ട് ഉഷപൂജ തൊഴാൻ നമുക്ക്. പിന്നെ സരസ്വതി മണ്ഡപത്തിൽ ഇരുന്ന് ദേവീ കീർത്തനം ചൊല്ലി ഉച്ചപൂജയും തൊഴാം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തന്നെ ഭക്ഷണവും കഴിച്ച് മുറിയിൽ ചെന്ന് അല്പം വിശ്രമിച്ചിട്ട് സന്ധ്യാപൂജയ്ക്ക് വരാം. ആ, മോൾക്കൊരു കാര്യം അറിയോ? മൂകാംബിക അമ്മ എല്ലാ പൂജാ സമയവും 3 ഭാവങ്ങളിലായിരിക്കും ഭക്തർക്ക് ദർശനം അരുളുക. അതെന്താ 3 ഭാവങ്ങൾ? അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന് ജ്ഞാനഭാവമായ സരസ്വതി ഭാവം,
അറിവിന്റെയും കലയുടെയും മൂർത്തിഭാവമായ സരസ്വതി ദേവിയുടെ പ്രതീകമായിട്ടാവും സാക്ഷാൽ ദേവി അപ്പോൾ ദർശനമരുളുക. പിന്നെ സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ മഹാലക്ഷ്മി ഭാവത്തിലായിരിക്കും അമ്മ നമുക്ക് ദർശനം തരുന്നത്.